ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗദ്യപ്രാർത്ഥനയിൽ വളരെ നമ്മൾക്കെല്ലാം സുപരിചിതമായ ഒരു വാക്കുണ്ട്. ഗുരു ഉപയോഗിച്ചിട്ടുള്ളതാണ്. നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും എന്നുള്ള വാക്യം ഗുരു സംശയത്തിനിടവരാത്ത രീതിയിൽ ഗുരുവിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അരുവിപ്പുറത്തെ ഗുരുവിൻ്റെ പൂജാമുറിയിൽ, ഗുരു വിശ്രമിച്ചിരുന്ന മുറിയിൽ നിന്ന് അതിന് വ്യക്തമായ ഒരു അനുഭവം ഭൈരവൻ ശാന്തികൾക്ക് ലഭിക്കുകയുണ്ടായി. ഒരുപക്ഷെ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകാം. ഗുരു സമാധിയായ സമയത്ത്, അന്നത് ശിവഗിരിയിലാണ് ഗുരു വയ്യാതെ ഇരുന്നതും ഗുരു സമാധിയാകുന്നതും. അരുവിപ്പുറത്ത് ഗുരു വിശ്രമിക്കുമ്പോൾ സന്തത സഹചാരിയായി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഗുരുവിന് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് ഭൈരവൻ ശാന്തി സ്വാമികളായിരുന്നു. പക്ഷേ ഈ സമാധി വാർത്ത ഭൈരവൻ ശാന്തി സ്വാമികൾ അരുവിപ്പുറത്ത് വച്ചാണ് അറിയുന്നത്. ആ കേട്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തിന് വല്ലാത്ത ഒരു ദുഃഖം. ഇനി എന്തിന് ജീവിക്കണം? തൻ്റെ എല്ലാമായ ഗുരു പോയി, അതുകൊണ്ട് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന ഒരു ചിന്ത അതിശക്തമായി അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. ഇപ്പോൾ ഗുരുവിൻ്റെ അരുവിപ്പുറത്തെ ആ മുറിയുടെ തൊട്ടടുത്ത റൂമിലാണ് ഭൈരവൻ ശാന്തി സ്വാമികൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ റൂമിൽ നിന്ന് ഇങ്ങനെ ഒരു ചിന്ത, അദ്ദേഹം വളരെ ദുഃഖിതനായി. മനസ്സിൽ ഇത്രമാത്രം സംഘർഷഭരിതമായ നിമിഷമായിരുന്നു. അത്രമാത്രം ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധം, ഒരു ആത്മബന്ധം, ഗുരുശിഷ്യ ബന്ധം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഗുരുവിൻ്റെ മുറിയിൽ നിന്ന് ഒരു അശരീരി ഭൈരവൻ ശാന്തി സ്വാമികൾ കേൾക്കുകയാണ്. അതിപ്രകാരമായിരുന്നു: നാം ഇവിടെ തന്നെ ഉണ്ടല്ലോ, നാം എങ്ങും പോയിട്ടില്ലല്ലോ എന്നുള്ള അശരീരി അരുവിപ്പുറത്തെ ഇന്ന് നമ്മൾ ഗുരുവിൻ്റെ പൂജാറൂമായി ഉപയോഗിക്കുന്ന ആ മുറിയിൽ നിന്ന് ഭൈരവൻ ശാന്തി സ്വാമികൾ കേൾക്കുകയാണ്. അങ്ങനെ കേട്ട സമയത്താണ് ഭൈരവൻ ശാന്തി സ്വാമികളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു വലിയൊരു ഭാരം ഇറങ്ങിപ്പോയത്. കാരണം ഒരു ദുർബല നിമിഷത്തിൽ ഗുരു പോയി എന്നുള്ള, ശരീരം വിട്ടതോടുകൂടി ഗുരു പോയി എന്നുള്ള ഒരു ചിന്തയാണ് അദ്ദേഹത്തെ ഇത്രമാത്രം ദുഃഖിതനാക്കിയത്. അതേ സമയത്ത് ഗുരു പറയുന്നു, നാം ശരീരമല്ല, അറിവാകുന്നു എന്നത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഗുരുവിൻ്റെ മുറിയിൽ നിന്ന് അശരീരി കേട്ടത്. തീർച്ചയായും നമ്മളിവിടെ, പ്രത്യേകിച്ച് അരുവിപ്പുറത്തൊക്കെ വരുമ്പോൾ, ഗുരുവിൻ്റെ മുറിയുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ഭാവം, ഈ ഒരു ഓർമ്മ നിങ്ങളിലുണ്ട് എങ്കിൽ നിങ്ങൾക്കും അത് അനുഭവിക്കുവാൻ സാധിക്കും. ഗുരുവിൻ്റെ ആ ഒരു നിത്യ സാന്നിധ്യം, അത് മറ്റ് ഒരു സ്ഥലത്തും അങ്ങനെ ഒരു അത്ഭുതം നടന്നതായി നമ്മൾ കേട്ടിട്ടില്ല. അതിവിടെ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ആശാൻ പാടിയതുപോലെ ആയുസ്സും വപുസ്സും ആത്മതപസ്സും
ഗുരു ബലി അർപ്പിച്ചത് അരിയപ്പുറത്താണ്. അപ്പോൾ അങ്ങനെയുള്ള ഗുരുവിൻ്റെ ആ ആയുസ്സും വപസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ച ആ സന്നിധിയിൽ ഇപ്രകാരം ഒരു അശരീരി കൂടി കേൾക്കുമ്പോൾ ഗുരുവിൻ്റെ നിത്യ സാന്നിധ്യം, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ, പരമ്പൊരുൾ തന്നെയാണ്, പരബ്രഹ്മമാണ്, പരമാത്മാവാണ്, ആർക്കും യാതൊരു സംശയവുമൊന്നുമില്ല. പക്ഷേ ആ ഒരു ശരീരമെടുത്ത് പ്രത്യേക ചില ദൗത്യത്തിന് വേണ്ടി അവതരിക്കുമ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അത് കുറച്ച് കൂടുതലായി നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അരിയപ്പുറത്തേക്ക് വരുമ്പോൾ ആ സന്നിധിയിൽ കുറച്ച് സമയം കണ്ണടച്ച് നന്നായിട്ട് ഭഗവാനെ ധ്യാനിച്ച് ഭഗവാന്റെ ആ ഒരു ദിവ്യമായിട്ടുള്ള സാന്നിധ്യം അനുഭവിക്കുവാൻ മനസ്സിനെ ഒന്ന് ട്യൂൺ ചെയ്യണം. അങ്ങനെ ട്യൂണിങ് നടക്കുമ്പോൾ നിങ്ങൾക്കും കൃതകൃത്യതയോടുകൂടി ഇവിടെ നിന്ന് മടങ്ങിപ്പോകാം. അത് ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. ഗുരു നമ്മൾക്ക് തരുന്ന വലിയൊരു അവസരമാണ്. അതിന് ഏവർക്കും സാധിക്കട്ടെ. നമസ്കാരം.